അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിനി ഒരു കുടിശ്ശിക കൊടുക്കാറുണ്ട് 1600 രൂപ. കേരളത്തിലെ എല്ലാവർക്കും, അത് UDF LDF BJP അനുഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഈ മാസം തന്നെ കൊടുക്കുന്നത്. ഇവിടെ വെച്ചാണ് പറയുന്നത് 1600 രൂപ, അതും 2000 രൂപ ഈ പുതിയ പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനും ചേർത്ത് 3600 രൂപ ആളുകളുടെ കയ്യിലേക്ക് ഈ മാസം എത്തും. സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തും. അപ്പോൾ ഇത് പറഞ്ഞത് വെറുതെ അല്ല, കൊടുക്കാൻ തന്നെയാണ് എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. DA കൊടുക്കുന്നതും സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ അതിനകത്ത് ഈ പേപ്പർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇന്നലെ സൈൻ ചെയ്ത കാര്യങ്ങൾ പോയി ക്യാബിനറ്റ് തീരുമാനം വന്നിട്ട് അതും ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതേസമയം നമുക്ക് നേരെ ഈ ഓരോ കാര്യങ്ങളിലും തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെ തന്നെ തടസ്സം ഉണ്ടാക്കാനും കേസിനൊക്കെ പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് വേറെ നിൽക്കട്ടെ, പക്ഷേ ഇത് കൊടുക്കാൻ പറ്റും. ഈ 10,000 കോടി രൂപയോളം വേണം ഈ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച ഇതിന്. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്ന വളരെ ആത്മവിശ്വാസം